ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. എൻ്റെ ഉടുപ്പുകളൊക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് തേച്ച് വെക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ ദേഷ്യത്തോടെ അത് നിലത്തേക്ക് വലിച്ചെറിയുകയാണ് ശാരിക. നിന്റെ വസ്ത്രങ്ങൾ ഞാൻ തേച്ച് വെക്കണമല്ലേ, ഇപ്പൊ തന്നെ ഞാൻ നിനക്ക് തേച്ച് തരാമെന്ന് പറഞ്ഞ് ശാരിക അതൊക്കെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയാണ്. ഇത് കാണുന്ന ശ്യാമ ദേഷ്യത്തോടെ ശാരികയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. ഒടുവിൽ ശാരദാമ്മ രണ്ടുപേരെയും മാറ്റി നിർത്തുന്നു. ഓണത്തിനോ വിഷുവിനോ ഒക്കെയാണ് ആകെ ഡ്രസ്സുകൾ എടുക്കുന്നത്. എന്നിട്ടോ ഇപ്പോൾ ഉള്ളതും എല്ലാം പിഞ്ചി കീറാറായും ഒക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് കാണുമ്പോൾ അമ്മേ ദേഷ്യം വരാതിരിക്കുമോ എന്നൊക്കെ ശ്യാമ ചോദിക്കുകയാണ്. കോളേജിലെ ടീച്ചർമാരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് എന്താണെന്ന് അറിയാമോ? ശാരികേച്ചിക്ക് ബാലചന്ദ്രനുമായി ബന്ധമുള്ളത് കൊണ്ടാണ് രാജീവ് സാറ് ഇവിടം വിട്ടു പോയതെന്ന്. ഇത് കേൾക്കുന്ന ശാരദാമ്മ ശ്യാമ എന്ന് ദേഷ്യത്തോടെ വിളിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അമ്മയ്ക്ക് എന്റെ വായ അടപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ നാട്ടുകാരുടെ വായ എങ്ങനെ അമ്മ അടപ്പിക്കും? അവർ പറയുന്നത് ശാരികേച്ചിക്ക് ബാലചന്ദ്രനുമായിട്ട് ബന്ധമുണ്ടെന്നും അതിന് സൈഡ് പിടിക്കുന്നത് അമ്മയാണെന്നുമാണ്. ഇത് കേൾക്കുന്ന ശാരദാമ്മ ദേഷ്യത്തോടെ ശ്യാമയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോകാമെന്നൊന്നും നീ കരുതണ്ടെന്ന് ശാരദാമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അടി കൊണ്ട് എന്നെ പോലെയുള്ള പാവം സാധുക്കളുടെ നാക്കടക്കാൻ പറ്റും. ആ അടിയെ മൂത്ത മോളുടെ ചെകിട്ടത്ത് ആദ്യം തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും വരില്ലായിരുന്നെന്ന് പറഞ്ഞ് ശ്യാമ തന്റെ ബാഗും എടുത്തുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിറങ്ങി പോവുകയാണ്. തുടർന്ന് ശാരിക കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ശാരദ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഏക സമ്പത്ത് തൃപ്തിയായ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശാരിക അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ശാരദാമ്മയും ശാരികയും ശ്യാമയും ഒക്കെ വിഷമത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനിയും വിജയയും കൂടി കട ഏറ്റെടുത്തതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും വിഷ്ണുവും കമലനും കൂടി ആ ടെമ്പോയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാം നന്നായി തന്നെ നടന്നില്ലേ വിഷ്ണുവേട്ടാ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ എല്ലാം താൻ പറഞ്ഞതുപോലെ തന്നെ നടന്നിട്ടുണ്ടെന്ന് വിഷ്ണുവും പറയുന്നു. തുടർന്ന് വിജില പറയുകയാണ്, ഹോട്ടലൊക്കെ നടത്തുന്നത് കൊള്ളാം, പക്ഷേ ശാരദാമ്മയെ പോലെ നടത്തുകയാണെങ്കിലേ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ്, ഇവിടെ നമുക്ക് എല്ലാവർക്കും ഓരോരോ ജോലിയുണ്ട്. വിജിലയ്ക്കാണെങ്കിലും കമലനാണെങ്കിലും ഇന്ദുമതി അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും ജോലിയും എല്ലാവർക്കും ശമ്പളവും ഞങ്ങൾ തന്നെ തരും. ഇത് കേൾക്കുന്ന ശാലിനി പറയുകയാണ്, കൂടാതെ ഷാജഹാന്റെ വീട്ടിലേക്കും അവരുടെ ചികിത്സയ്ക്കും മക്കളുടെ പഠിപ്പിനായിട്ടും മാസം തോറും കാശ് കൊടുക്കേണ്ടിയും വരും. അങ്ങനെ വിജില ആരതി തട്ട് ശാലിനിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അല്ല, നമ്മൾ എന്ത് പേരിടുമെന്ന് കമലൻ ചോദിക്കുന്നു. എന്നിട്ട് കമലൻ തന്നെ പറയുകയാണ്, നമുക്ക് വിഷ്ണു ആശാന്റെയും ഏട്ടത്തിയുടെയും പേരും കൂടി ചേർത്തൊരു പേരിട്ടാലോ, വിശാലിനി. എങ്ങനെയുണ്ട്? ഇത് കേൾക്കുന്ന വിഷ്ണു ശാലിനിയും ഒന്നും മിണ്ടാതെ കമലനെ നോക്കുമ്പോ കമലൻ പറയുകയാണ്, എങ്കിൽ നമുക്ക് വിശാലാക്ഷി നിടാം. ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ്, ഇവിടെ എവിടെയോ ഒരു കല്ലുണ്ടായിരുന്നല്ലോ, സമയത്തിന് നോക്കിയാ ഒന്നും കാണത്തില്ല. നിങ്ങള് അവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വിജില വരികയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ഞാൻ നേരത്തെ തന്നെ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ശാരദ കഫേ. ഇതാകുമ്പോ ശാരദാമ്മയുടെ ഹോട്ടലിനോട് സാമ്യമുള്ള പേരാണ്. ശാരദാമ്മയുടെ കൈപുണ്യമാണെന്ന് കരുതി എല്ലാവരും വരികയും ചെയ്യും. ഇത് കേൾക്കുന്ന വിജില പറയുകയാണ്, വിഷ്ണു ഇപ്പോഴേ ബിസിനസ് തന്ത്രങ്ങളൊക്കെ പയറ്റി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ശാലിനി പറയുന്നു. നമ്മുടെ ഈ ഹോട്ടല് ഉദ്ഘാടനം ചെയ്യേണ്ടത് സത്യാമ്മ തന്നെയാണ്. എന്തിനാടോ അമ്മ ശാരദാമ്മ പോലെ ഉദ്ഘാടനം ചെയ്യാനെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അത് പോരെന്നും, നമുക്ക് അമ്മയും വിളിക്കാം, പക്ഷെ സത്യാമ്മ തന്നെ ഈ കട ഉദ്ഘാടനം ചെയ്യണം. സത്യാമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മള് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് സത്യാമ്മ കാണുകയും വേണമെന്ന് ശാലിനി പറയുമ്പോൾ ഇതിനെ ശരിവെക്കുകയാണ് ബാക്കിയുള്ളവരും. ശാലിനി ടെമ്പോയ്ക്ക് ആരതി ഒഴിയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം വിഷ്ണു പാർക്കുട്ടിയുടെ കൈകൊണ്ട് കുങ്കുമം എടുപ്പിച്ച് കുങ്കുമം വണ്ടിയിൽ തൊടിയിക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീടാണ്. എങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം സുസ്മിത പ്രീതിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇങ്ങ് തിരിച്ചെത്തിയടി. ഞാനിവിടുന്ന് എങ്ങനെയാ പോയതെന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. പിന്നെ അവിടുന്ന് വിടുന്നൊക്കെ കുറെ അടി കിട്ടിയത് കൊണ്ട് തന്നെ നല്ല ക്ഷീണമാണടി. ഞാൻ നിന്നെ എന്താണെങ്കിലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ സൈക്കിൾ റേസിൽ വിഷ്ണുവേട്ടനെ തോൽപ്പിച്ചിട്ട് കുടുംബശ്രീ പിടിച്ചടക്കാമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അതും തേഞ്ഞുപോയി. എന്ത് പറയാനാ, ഇപ്പൊ ആകെ കഷ്ടകാലമാണെന്നാ തോന്നുന്നത്. അങ്ങനെ സുസ്മിത പ്രീതിക്കരികിലേക്ക് ഇരുന്നിട്ട് പറയുകയാണ്, നിന്നെക്കുറിച്ച് ഓർത്ത് മാത്രമല്ലടി, ആ രോഹിത്തിനെ കുറിച്ച് ഓർത്തുമുണ്ട് ടെൻഷൻ. അവന് ഞാൻ ആ കൊക്കയിലേക്ക് ചവിട്ടി താഴ്ത്തിയത് നീ മാത്രമാ കണ്ടത്. നിനക്കും രോഹിത്തിനും മാത്രം സത്യങ്ങൾ അറിയാം. നിന്റെ ഭാഗത്തുനിന്ന് തൽക്കാലം എനിക്കെന്താണെങ്കിലും ഭീഷണിയില്ല. പക്ഷേ അതുപോലെയല്ല രോഹിത്ത്, അവൻ വന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞാലേ പിന്നെ വിചാരണയൊന്നും ഉണ്ടാകില്ല, നേരെ സെൻട്രൽ ജയിലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വാമാൻറ്റി എന്നെ ഈ വീടിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂക്കും. പിന്നെ എനിക്ക് പറയാൻ വേറെ ആരുമില്ല. അതുകൊണ്ടാ ഞാൻ നിന്നോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. നീ സന്തോഷിക്കുകയൊന്നും വേണ്ട. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാ ഞാൻ വീണ്ടും കൊല്ലും, നിന്നെയും കൊല്ലും രോഹിത്തിനെയും കൊല്ലും. പിന്നെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. തൽക്കാലം നീ ഉറങ്ങിക്കോ. അല്ല, തണുപ്പ് കൂടുതലാണോ? തൽക്കാലം നീ പുതച്ചു കിടന്നോ എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് എടുത്ത് പ്രീതിയുടെ തലവഴി മൂടുകയാണ് സുസ്മിത.
ഇതൊരു വെള്ളക്കോടിയായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെയെന്നും സുസ്മിത പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.